അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കഴിച്ചത് ഒരു ഹോട്ട് ക്രോസ് ബണ്ണും കോഫിയാണ് കേട്ടോ. ഹോട്ട് ക്രോസ് ബണ്ണ് ഇവിടെ സ്പെഷ്യലാണ് ഈസ്റ്ററിന്. പക്ഷേ ഇപ്പോൾ എല്ലാ സമയത്തും കിട്ടുന്നതൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഒരെണ്ണം മാത്രമേ വാങ്ങിക്കുകയുള്ളൂ, കാരണം ഇവിടെ വേറെ ആർക്കും ഇഷ്ടമില്ല. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ ലാമ്പാണ്. അപ്പോൾ ഒരു ലെഗ് ഓഫ് ലാമ്പിൻ്റെ പകുതിയാണ് ഞങ്ങൾ വാങ്ങിച്ചേക്കണത്. അതിൻ്റെ മുകളിൽ ആദ്യം കുറച്ച് ഉപ്പും കുരുമുളകും പിന്നെ കുറച്ച് ഓയിലും എടുത്തിട്ട് എല്ലായിടത്തും നല്ലോണം പരട്ടി കൊടുക്കുക, എല്ലാ സൈഡിലും. എന്നിട്ട് ഗ്രില്ലിൽ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് ബ്രൗൺ ആക്കി എടുക്കണം കേട്ടോ ആദ്യം തന്നെ. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു റബ്ബ് ഉണ്ടാക്കണം. ലാമ്പാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സ്പെഷ്യൽ ഈസ്റ്ററിന്. റബ്ബ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇടണം. കുറച്ച് അധികം തന്നെ ഒറിഗാനോ വേണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റെസിപ്പി ലാമ്പ് ഇഷ്ടമില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. ലാമ്പിൻ്റെ സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, നല്ല സോഫ്റ്റും ആയിരുന്നു. ഓർഗാനോ കഴിയുമ്പോൾ മിൻറ്റും ലാമ്പും ആണല്ലോ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മിൻറ്റും ഇട്ടു. ഈക്വൽ അമൗണ്ട്സ് ഓഫ് ഒറിഗാനോയും മിൻറ്റുമാണ് വേണ്ടത്. പിന്നെ കുറച്ച് പാപ്രിക്ക, എൻ്റെ കയ്യിൽ സ്മോക്ഡ് പാപ്രിക്ക ആയിരുന്നു, അത് നിർബന്ധമൊന്നുമില്ല. പാപ്രിക്ക അല്ല ഞാൻ ഇട്ടത് ഞാൻ ചൈനീസ് 5 സ്പൈസ് ആണ്. ഇത് എപ്പോഴാണ് പാപ്രിക്ക ഇടുന്നത്. ചൈനീസ് 5 സ്പൈസ് അല്ല ശരിക്കും വേണ്ടത്, നട്ട്മെഗ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഇത്തിരി ചൈനീസ് 5 സ്പൈസ് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മളുടെ എല്ലാ സൈഡും ബ്രൗൺ ആക്കി തിരിച്ചു മറിച്ചൊക്കെ വെച്ചിട്ട് ലാമ്പ് പുറത്തെടുത്ത് വെച്ച് ഒന്ന് തണുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ റബ്ബിലേക്ക് കുറച്ച് 2 ലെമണിൻ്റെ ജ്യൂസും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തു. പിന്നെ അതിലേക്ക് ഒഴിക്കുന്നത് കുറച്ച് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ്. ഞാൻ അധികം ഓയിൽ ഒഴിച്ചില്ല, കാരണം ലാമ്പിന് ഓൾറെഡി നല്ല ഫാറ്റ് ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ദേ ആ പുറത്തെടുത്ത് വെച്ച ലാമ്പിന് ചെറുതായിട്ട് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ കത്തി വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് വെളുത്തുള്ളി തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഹോളുകളിലേക്ക് അതിങ്ങനെ കുത്തി വയ്ക്കണം. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം ഇറങ്ങും കേട്ടോ. പിന്നെ ഇതേ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ റബ്ബ് പരട്ടണം. അപ്പോൾ ഈ സമയം ഞാൻ അവൻ നേരത്തെ ഗ്രില്ലിലല്ല കിടന്നിരുന്നത്, അത് മാറ്റിയിട്ട് 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ റബ്ബും കൂടെ എല്ലായിടത്തും ലാമ്പിൻ്റെ എല്ലായിടത്തും പരട്ടി കുറച്ച് താഴെ വീണിട്ടുണ്ട് ട്രേയിൽ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആ ട്രേയിലേക്ക് നമ്മളൊരു 2 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ട് ഈ ലാമ്പിനെ നമ്മൾ കവർ ചെയ്തിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇങ്ങനെ ലാമ്പിൻ്റെ മുകളിൽ ടച്ച് ചെയ്യാണ്ട് വേണം കവർ ചെയ്യാനായിട്ട്. നല്ലോണം കവർ ചെയ്തൊരു ടെൻറ്റ് പോലെ ആക്കിയിട്ട് അവനിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇനി അതൊരു 4-4.5 മണിക്കൂർ എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരു കരിഞ്ഞ പോലെ കണ്ടത് എൻ്റെ ബനാന ബ്രെഡാണ്. ഏതോ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് വന്നപ്പോൾ എനിക്കൊരു വിശന്നപ്പോൾ എടുത്ത് കഴിച്ചതാണ്. പിന്നെ കുറച്ച് പൊട്ടിട്ടും സവാളയും പാപ്രിക്കയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ലാമ്പ് 4.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് എടുത്ത് പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം അപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മിനി യോർക്ക്ഷയർ പുഡിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പൊട്ടറ്റോയും സവാളയും പാപ്രിക്കയും ഒക്കെ ഇട്ടിട്ടുള്ളത് അതും ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് സ്റ്റീംഡ് ക്യാരറ്റും ബ്രോക്കളിയും പിന്നെ ഒരു ഗ്രേവിയും ഉണ്ടാക്കി. ബീഫ് സ്റ്റോക്ക് വെച്ചിട്ടാണ് ഗ്രേവി ഉണ്ടാക്കിയത് കേട്ടോ. അത് കുറച്ച് എരിവുള്ളതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഈസ്റ്റർ ലഞ്ച്. അപ്പം എല്ലാവരുടെ ഈസ്റ്റർ ലഞ്ചും അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിഷിങ് യു ഓൾ വൺസ് മോർ ഹാപ്പി ഈസ്റ്റർ.